നമ്മുടെ കൊറിയക്കാരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈസ് പാക്ക് ഞാനും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഒത്തിരി പേര് നല്ല റിസൾട്ട് കിട്ടി എന്ന് പറയുന്ന ആ ഒരു റൈസ് പാക്ക് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഞാൻ അതിന്റെ റിസൾട്ട് കാണിക്കാൻ പോവാണ്. ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി നാളായി ഒരു നല്ലൊരു വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പോഴാണ് എൻ്റെ ഫേസ് ഒക്കെ ഒത്തിരി നാളായി ഇങ്ങനെ എന്താ പറയാ ആകെ ഡള്ളായിട്ടിരിക്കുന്നു. എന്നോട് ഒത്തിരി പേര് പറഞ്ഞു ആകെ ക്ഷീണം പിടിച്ച പോലെയുണ്ട്, ഫേസൊക്കെ എന്താണ് കണ്ണിൻ്റെ ഇവിടെയൊക്കെ നല്ല ഡാർക്ക് ഉണ്ട് എന്നൊക്കെ ഒത്തിരി നാളായി ഇങ്ങനെ പറയുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഒരു ഫേസ് പാക്ക് ഇടാം എന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെയാണ് ഒത്തിരി പേര് കൊറിയക്കാരുടെ ആ ഒരു ഫേസ് പാക്കില്ലേ, നമ്മുടെ ചോറും അതൊക്കെയുള്ള, അപ്പം അത് ഇട്ടിട്ട് ഒത്തിരി പേര് നല്ല റിസൾട്ടാണ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ആ ഒരു ഫേസ് പാക്ക് ഒന്ന് എനിക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്താൽ എങ്ങനെയിരിക്കും, എല്ലാവരുടെ സ്കിന്നിനും എങ്ങനെയാണ് അത് എഫക്റ്റ് കിട്ടാമെന്നും അറിയത്തില്ല. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ കൊറിയക്കാരുടെ ഫേസ് പാക്ക് ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോ. അപ്പം പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇത് രണ്ട് കൊമ്പൊക്കെ എന്താണെന്ന് വിചാരിക്കരുത്. ഞാൻ മുടി മേലോട്ട് കെട്ടി വെച്ചിട്ട് അവിടെ ഇടാൻ വേണ്ടി ഹെയർ ബാൻഡ് വെച്ചതാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുന്നത്. അപ്പം എത്രത്തോളം ഇത് സക്സസ് ആവും എന്ന് എനിക്കറിയത്തില്ല. ലൈവായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ റിസൾട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ ഫേസിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഈ ഭാഗത്ത് ഉള്ള കളർ ചേഞ്ചും ഇവിടെയുള്ള കളർ ചേഞ്ചും തമ്മിൽ വ്യത്യാസം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഫേസിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പം നോക്കാം, നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ നോക്കാം. അപ്പം നിങ്ങൾക്കും ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൊറിയക്കാരുടെ ഈ ഒരു ഫേസ് പാക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോറ് തന്നെയാണ്. നമ്മുടെ വീടുകളിലൊക്കെ വെക്കുന്ന സാധാരണ ചോറാണ്, നാടൻ അരിയാണ് എടുത്തിട്ടുള്ളത്. അടുത്തൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് കഞ്ഞിവെള്ളമാണ് കേട്ടോ. നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടാകുമ്പോൾ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതാണ് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നമ്മളെ ഒരു ഫേസിന് കണക്കായിട്ടാണ് ഇവിടെ ചോറ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഫേസിലും കഴുത്തിൻ്റെ ഒരു ഭാഗത്തും അപ്ലൈ ചെയ്യാനുള്ള അതിന് കണക്കായിട്ടുള്ള ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലാവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കഞ്ഞിവെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം, പ്രത്യേകിച്ച് മറ്റ് ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. കഞ്ഞിവെള്ളം തന്നെ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം. ഒരു നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ തന്നെ ആ ഒരു ഇത് നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു രീതിക്ക് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പം ഇനി നമുക്ക് അതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം. അതിന് മുമ്പായിട്ട് ഒരു കോട്ടൺ തുണി, ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു നല്ല നീറ്റായിട്ടുള്ള ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അതിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല രീതിക്ക് അതൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് തോർത്തൊക്കെ ആകുമ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കാം. ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ലൊരു സ്മൂത്ത് ആയിട്ടിരിക്കാനും നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കാനും പിന്നെ നമ്മുടെ എന്താ പറയാ ഫേസിലുള്ള പാടുകൾ, ആ കറുത്ത പാടുകളൊക്കെ റിമൂവ് ആവാൻ പറ്റിയൊരു പാക്കാണ് റൈസ് പാക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കൂടുതൽ ചിലവ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് സാധനങ്ങളും പിന്നെ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അങ്ങനെയൊക്കെ ഇതിനാവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന കറ്റാർ വാഴയാണ് അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ്. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ജെല്ലൊക്കെ ഇപ്പം വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ കറ്റാർവാഴയുടെ ജെല്ല് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനും ഫസ്റ്റ് ടൈം ആണ്, അപ്പം അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും അറിയാനുള്ളൊരു ഇതിലാണ് ഞാനും ഉള്ളത്. ഒത്തിരി പേര് ഇത് യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരല്പം എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സാധാരണ എണ്ണയായാലും മതി. അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ആണ്. അപ്പോൾ ഇത് മിക്കവരുടെ വീട്ടിലും ഉണ്ടാകും, കാരണം കണ്ണിൻ്റെ അടിയിലുള്ള ആ കറുത്ത പാടൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഒരു ക്യാപ്സ്യൂൾസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ എണ്ണ ഒഴിവാക്കാവുന്നതാണ്. ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ എണ്ണയും അലോവേര ജെല്ലും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. നിങ്ങൾക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. ഞാൻ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ.
നിങ്ങൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എണ്ണയും ആ ജെല്ലും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നെങ്കിൽ ആ പാക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡാമേജുകൾ ഒരു പരിധി വരെ നമുക്ക് റൈസ് പാക്ക് കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഓയിലി പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്കിന്നൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ആ ഡൾനെസ് ഒക്കെ നമുക്ക് ഈ ഒരു റൈസ് പാക്കിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ കൂടുതൽ സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു പാക്കിൽ നമുക്ക് ഉണ്ടാവത്തില്ല. കാരണം സാധാരണ ചോറും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ്, കറ്റാർവാഴയുടെ ജെല്ല്, ഇതൊക്കെയാണ് ഇതിൽ ഈ ഒരു പാക്കിൽ കാര്യമായിട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം ഫസ്റ്റ് കോട്ടിംഗ് ആയിട്ട് ലൈറ്റായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം ചിലർക്ക് എല്ലാ പാക്കുകളും എല്ലാവർക്കും പിടിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ലൈറ്റായിട്ടൊന്ന് ഇട്ട് നോക്കുക. മറ്റ് ഇറിറ്റേഷൻ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളത് വീണ്ടും അടുത്ത ലെയർ കുറച്ച് ഡാർക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ സ്കിന്നിന്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് കേട്ടോ, സ്കിന്നിന്റെ ഒരു ഭാഗത്തും കഴുത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് അപ്ലൈ ചെയ്തിട്ട് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു പാക്ക് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പം രണ്ട് ഭാഗത്തുള്ള ആ ഒരു സ്കിന്നിന്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്കും അത് എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കും അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ കണ്ണിന്റെ ആ ഭാഗത്തും മൂക്കിന്റെ ആ സൈഡിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഭാഗത്തൊക്കെ ഭയങ്കര ഡാർക്ക് ആയിട്ടൊക്കെ ഇരിക്കില്ല, ആ ഒരു ഭാഗത്താണ് കരിവാളിപ്പൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക അല്ലെ. അപ്പൊ ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ഫേസ് പാക്കും സ്യൂട്ട് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ചില ഫേസ് പാക്കുകൾ സ്യൂട്ട് ആവത്തില്ല. അതിനിടയ്ക്ക് എൻ്റെ വായിലേക്ക് ഒരു അല്പമായിട്ടോ എൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പം എല്ലാവർക്കും എല്ലാ ഫേസ് പാക്കും കറക്റ്റ് ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ചില ഫേസ് പാക്കുകൾ ആപ്റ്റ് ആവത്തില്ല. അപ്പം നമ്മൾ ഒരു പാക്ക് ഒരു തവണ യൂസ് ചെയ്താൽ മാത്രം നമുക്കത് നല്ല റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ തവണ യൂസിലൊന്നും നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാവില്ല. നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യണം, ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു ഫേസ് പാക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ഫേസ് പാക്ക് പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ട് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്, അത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഓരോ സ്കിന്നും ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് സ്യൂട്ട് ആവുന്ന പാക്ക് നമ്മൾ തന്നെ ചൂസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്തതായിരിക്കും നല്ലത്. പക്ഷെ റൈസ് പാക്ക് എന്ന് പറയുമ്പം അത് കൂടുതൽ സ്കിന്ന് ഡാമേജ് ഒക്കെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഓയിലി സ്കിന്നാണെങ്കിൽ അതൊക്കെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് പോകാനൊക്കെ പറ്റും. ഇപ്പോൾ ഫേസ് ഏകദേശം ഒരു 15 മിനിറ്റാണ് ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വെച്ചത് കേട്ടോ. അപ്പം ഞാനതൊന്ന് ഒരു കോട്ടൺ വെച്ചിട്ട് ഒന്ന് മാറ്റി നോക്കുകയാണ്. അപ്പം ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് അതിൻ്റെ ഫേസിലുള്ളൊരു ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നത്. എനിക്കും നല്ലൊരു മാറ്റം തോന്നുന്നുണ്ട്. ഒത്തിരി നിറം വെച്ചു എന്നല്ല, പക്ഷേ സ്കിന്ന് നല്ലൊരു ഗ്ലോ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ്. എല്ലാവരും പറഞ്ഞ പോലെ ഇതൊരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു തവണ യൂസ് ചെയ്ത് ഒരുപാട് മാറ്റമൊന്നും ആരും പ്രതീക്ഷിക്കരുത്. ഒരു വീക്കിലി ഒരു 2 തവണ അല്ലെങ്കിൽ 3 തവണയൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാനും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പം ഇത് പെർമനൻ്റ് ആയിട്ട് കിട്ടും എന്നാണ് എല്ലാവരും യൂസ് ചെയ്തവരൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. എൻ്റെ ഫേസ് സ്റ്റാർട്ടിങ്ങിൽ ഡള്ളായിട്ടായിരുന്നു, ഇപ്പം നല്ല ഗ്ലോ ആയിട്ടുണ്ട്. ഈ ഒരു കൊറിയക്കാരുടെ ഫേസ് പാക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീക്കിലി ഒരു 2-3 തവണയെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം.